ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം യേശുവും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ആ മുഖാമുഖമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ സമറിയാക്കാരോട് വളരെ നിഷേധാത്മകമായി പുച്ഛഭാവത്തോടെയാണ് യഹൂദന്മാർ പെരുമാറിയിരുന്നത്. അവരെ ഒരു സങ്കരവർഗമായിട്ട് യഹൂദന്മാർ കണ്ടു. യാഹ്വേയുടെ കൽപ്പനകളൊന്നും മുഴുവനായി പാലിക്കാത്ത ജനമായിട്ട് അവരെ കണ്ടു. അവരോട് പൊതുവേ നീരസമാണ്, പുച്ഛമാണ്, സംസാരിക്കുകയില്ല. അവരുടെ വഴി അല്ലെങ്കിൽ സമറിയാദേശത്തു കൂടി ഒരിക്കലും കടന്നു പോവുകയില്ല യഹൂദന്മാർ. ഈശോ ദീർഘമായ യാത്ര കഴിഞ്ഞ് അവിടെ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുകയാണ്. സമറിയാക്കാരി സ്ത്രീ നമുക്കറിയാം, അവളുടെ ജീവിതത്തിൽ ഏറെ തകർച്ചകൾ നേരിട്ടവളാണ്. ആ തകർച്ചകളിൽ അതിൽ നിന്നും അവളെ കരകയറ്റി രക്ഷയുടെ കൃപയുടെ പാതയിലേക്ക് നയിക്കാൻ ഈശോ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുകയാണ്. അതിനായിട്ട് ഈശോ റിസ്ക് എടുക്കുകയാണ്. ഒന്ന്, ഇവരുടെ ഈ ദേശത്തുകൂടി കടന്നു പോകുന്നു. വളഞ്ഞ വഴിയിൽ കൂടിയാണ് സാധാരണയായിട്ട് ഈ ദേശം സ്പർശിക്കാതെ പോകാനായിട്ട് ചില റൂട്ടുകളുണ്ട്. പക്ഷേ യേശു നേരെ സമറിയാദേശത്തേക്ക് കടന്നു വരുന്നു. ഒരു വലിയ പ്രശസ്തനായ യഹൂദ റബ്ബി ഒരിക്കലും ചോദിക്കാത്ത ഒരു കാര്യം, ദാഹജലം ചോദിക്കുന്നു. അവളോട് സംസാരിക്കുന്നത് തന്നെ അത്യപൂർവമാണ്, ഒരു സ്ത്രീയോട് ഒരു വലിയ റബ്ബി സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള റിസ്ക്കൊക്കെ എടുത്ത് അവളെ നേടുന്നതിന് വേണ്ടി ഈശോ അവൾക്കായിട്ട് ആ കിണറ്റിന് കരയിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും അവളുടെ ജീവിതത്തിലെ തകർച്ചകളെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ കടന്നു വന്ന വഴികൾ അത് ഒരിക്കലും അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനില്ലാതാക്കാനോ അവളെ ചെറുതാക്കാനോ ഒരിക്കലും ശ്രമിക്കാതെ കർത്താവ് ആ മുഖാമുഖം ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ഈശോ കാത്തിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ആദ്യം നമ്മൾ ഓർക്കുക. നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും നാം ആയിരിക്കുന്ന രീതിയിൽ ഈശോ നമ്മളെ സ്വീകരിക്കുന്നു. അതിനായിട്ട് അവിടുന്ന് ഇതാ കാത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ചിന്തിക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഈശോ പ്രത്യേക പ്രകാരം പറയുന്ന, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള നിൻ്റെ ഭർത്താവല്ല. അവളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന അധപതനമാണ് പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരിക. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സൂചന അവളുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളാണ്. പക്ഷെ മറ്റൊരു വിശദീകരണം കൂടി, വ്യാഖ്യാനം കൂടി ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അസീറിയൻ രാജാവ് ഈ സമറിയ ദേശത്ത് കുടിപ്പാർപ്പിച്ചത് 5 പ്രത്യേക ഗോത്രങ്ങളെയാണ്. അവരവിടെ വന്നപ്പോൾ അവരുടെ വിഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരുന്നു, ദേവന്മാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 ദേവന്മാരുടെ പ്രതിഷ്ഠ സമറിയായിലുണ്ടായിരുന്നു. അവരാണ് ഈ 5 ഭർത്താക്കന്മാർ. ഇപ്പോഴുള്ള സ്നേഹം, യാഹ്വേയോടുള്ള സ്നേഹം പൂർണ്ണമല്ല. യാഹ്വേയെ പൂർണ്ണ ദൈവമായി സമറിയാക്കാർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല, യാഹ്വേയെ കർത്താവായിട്ട് പൂർണ്ണമായും അവർ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു വായന കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് രണ്ടും ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഗ്രഹം അവളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു, ശരീരത്തിൻ്റെ കാമനകളായിരുന്നു. വിവിധ തരത്തിലുള്ള വിഗ്രഹങ്ങളെ കൊണ്ട് നടക്കുന്നവരുണ്ട്. പേരിനും പ്രശസ്തിക്കും പണത്തിനും കരിയറിനും ബന്ധങ്ങൾക്കും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെയായിട്ട് ജീവിക്കുന്നവർ. ഇപ്രകാരമുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനാണ് കർത്താവ് നമ്മോട് പ്രത്യേകമായിട്ട് പറയുക. സുവിശേഷം അവസാനിക്കുമ്പോൾ ആ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് പോകുന്നതൊരു പ്രതീകമാണ്.
അവളുടെ പഴയ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ അതെല്ലാം അവൾ ഉപേക്ഷിക്കുകയാണ്. ശിഷ്യന്മാർ വള്ളവും വലയും ഉപേക്ഷിച്ചതുപോലെ ഇവളും തൻ്റെ മൺകുടം ഉപേക്ഷിക്കുന്നു. അവിഭക്ത ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി വലിയ മിഷണറി ആയിട്ട് പോകുന്നു. നമുക്കും ആ മാതൃക തന്നെയാണ് കണ്ടു പഠിക്കാനുള്ളത്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, അവിടെ ഈശോ തുടർന്ന് നൽകുന്ന യഥാർത്ഥ ആരാധനയെ പറ്റിയിട്ടുള്ള സന്ദേശമാണ്. തൻ്റെ ജീവിതത്തിലെ കുറവുകൾ തിരിച്ചറിയുമ്പോൾ ആ സ്ത്രീ തൻ്റെ ആരാധന, തങ്ങൾ നടത്തുന്ന ആരാധന, അതിനെപ്പറ്റിയിട്ടാണ് ഒരു പക്ഷേ ന്യായീകരണം എന്ന പോലെ പറയുന്നത്. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഈ സമറിയക്കാരുടെ ആരാധന തീർച്ചയായിട്ടും അപൂർണമാണ്. യാഹ്വേയെ പൂർണ്ണമായിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല. യഹൂദന്മാരുടെ ആരാധനയാണ് തീർച്ചയായിട്ടും ദൈവം പ്രത്യേകമായി പ്രവാചകന്മാരോടൊക്കെ ഇടപെട്ട് ദൈവം പ്രത്യേകമായി തൻ്റെ കൃപകൾ വർഷിക്കുന്ന ആരാധന. പക്ഷേ അതിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കണം. സമയത്തിനും കാലത്തിനുമൊക്കെ അപ്പുറത്തേക്ക്, പ്രത്യേകമായൊരു സ്ഥലത്തിൻ്റെ ആ പരിധികൾക്കൊക്കെ അപ്പുറത്തേക്ക് നിൻ്റെ ആരാധന കടക്കണം. അതായത് ഹൃദയത്തിൽ ആരാധിക്കാൻ സാധിക്കണം. അധരം കൊണ്ടുള്ള ആരാധനയല്ല, ഹൃദയം കൊണ്ട് പിതാവിന് സ്വന്തമായി മാറാൻ, പിതാവിനെല്ലാം സമർപ്പിക്കാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ആരാധനയായിട്ട് മാറുന്നത്. അപ്പോഴാണ് ജീവിതത്തിൽ വലിയ കൃപകൾ ദൈവം നൽകി നിന്നെ അയക്കുക. അത് മനസ്സിലാകുമ്പോഴാണ് സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലെ ആ മാറ്റമുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ ഈ ആരാധിക്കുമ്പോൾ ജീവിതം മുഴുവനും മാറണം. അങ്ങനെ അവളുടെ ജീവിതം മാറി അവൾ വലിയ ആദ്യത്തെ സുവിശേഷ പ്രസംഗകയായിട്ട് അയക്കപ്പെടുക. ഇന്ന് വിശുദ്ധ പൗലോസ്ലീഹായുടെ മാനസാന്തരം കൂടി നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തെപ്പറ്റി ഓർക്കുകയാണ്. മറ്റുള്ളവരെ പോലെ ഒന്നും തനിക്ക് അവകാശപ്പെടാനില്ല. താൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അകാലജാതൻ എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തെ കണ്ടുമുട്ടാൻ, ഈശോയെ കണ്ടുമുട്ടാനൊക്കെ ഏറെ വൈകി. പക്ഷേ പൗലോസ്ലീഹയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്നിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവകൃപയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് സ്ലീഹായ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൃപയാൽ നിറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകനായിട്ട് സ്ലീഹ മാറുകയാണ്. അതുകൊണ്ട് ഈ സത്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല ഈശോയെ, നമ്മുടെ കുറവുകളൊന്നും ഓർക്കാതെ നമ്മെ നാം ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്ന ഈശോയെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലെ ഐഡൽസ്, വിഗ്രഹങ്ങൾ, അതെല്ലാം ആത്മാർത്ഥമായിട്ട് മാറ്റിക്കളയുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ യഥാർത്ഥ ആരാധനയിലേക്ക്, ഹൃദയം തുറക്കുന്ന, മനസ്സ് സമർപ്പിക്കുന്ന ആരാധനയിലേക്ക് വരുമ്പോൾ വലിയ കൃപകൾ നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അയക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഈ സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും വായിച്ച് ധ്യാനിച്ച് കൃപകളാൽ നിറയുന്നതിനായിട്ട്